ഹലോ ഗെയ്സ്, ഞങ്ങളിന്ന് വന്നിരിക്കുന്നത് കേരളപ്പഴനി എന്നറിയപ്പെടുന്ന ചോച്ചേരിക്കുന്ന് ക്ഷേത്രത്തിലേക്കാണ്. സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രമാണ്. ഇവിടുത്തെ പ്രധാന വഴിപാട് വരുന്നത് ഗണപതിക്ക് തേങ്ങ ഉടക്കലും കാവടി എടുത്തിട്ട് മല കയറലുമാണ്. ഞങ്ങളെന്തായാലും ഗണപതിക്ക് തേങ്ങ ഉടച്ചു. ഞങ്ങൾ മല കയറാൻ പോവാണ്. കുറേ പടികളുണ്ട്. ഫ്രണ്ടിൽ തന്നെ ഒരു വലിയൊരു കവാടം കാണാം. അതിൻ്റെ മുകളിലായിട്ട് ശിവനും പാർവതിയും മക്കളും സുബ്രഹ്മണ്യനും ഗണപതിയും ഉണ്ട് കൂടെ. പിന്നെ അതിൻ്റെ പുറകിലായിട്ട് സുബ്രഹ്മണ്യൻ മയിൽവാഹനത്തിൽ ഇരിക്കുന്നത് കാണാം. തൃശ്ശൂർ ജില്ലയിലാണ് ഈ ക്ഷേത്രം വരുന്നത്. ഈ ക്ഷേത്രത്തിലേക്ക് എത്താനായിട്ട് തൃശ്ശൂർ ജില്ലയിൽ നിന്ന് കുട്ടനെല്ലൂർ ബൈപ്പാസിൽ നിന്ന് പുത്തൂർ പോണ വഴി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ക്ഷേത്രത്തിലേക്ക് വരാം. ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ പരമശിവനും ശിവപാർവതിയും ഗണപതിയും പിന്നെ മുരുകനും ശ്രീരാമനും ഹനുമാനും പിന്നെ നാഗങ്ങളും ഉണ്ട്. ക്ഷേത്രത്തിലേക്ക് വരുന്നവർക്ക് പടികൾ കയറാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ക്ഷേത്രത്തിൻ്റെ സൈഡിൽ കൂടെ തന്നെ ഒരു റോഡുണ്ട്. അതിൽ കൂടെ വാഹനം കയറ്റി കൊണ്ടുപോകാം. തമിഴ്നാട്ടിലെ പഴനിയിലെ പോലെ തന്നെ ഇവിടെയും തലമുണ്ടനം വഴിപാടായിട്ട് നടത്തുന്നുണ്ട്. ഞങ്ങൾ നടന്ന് ഇപ്പോൾ കുന്നിൻമുകളിൽ എത്താറായിട്ടുണ്ട്. പക്ഷേ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ വലിയൊരു ആൽമരം ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. കുന്നിൻമുകളിൽ നിന്ന് ചുറ്റും നോക്കുമ്പോൾ തന്നെ തൃശ്ശൂരിൻ്റെ ഒരു ഭാഗം നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൻ്റെ ഒരു ഭാഗം ഞങ്ങൾക്ക് ഇവിടുന്ന് കാണാൻ പറ്റുന്നുണ്ട്. കൊത്തുപണികളാൽ മനോഹരമായിട്ട് നമ്മുടെ കണ്ണഞ്ചിപ്പിക്കുന്ന രീതിയിലാണ് ഇവിടെ ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. ക്ഷേത്രം ഫുള്ളായിട്ട് പണി കഴിഞ്ഞിട്ടില്ല. ഈ ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ക്ഷേത്രത്തിലെ ഉത്സവം മാർച്ച് 10-ാം തീയതിയാണ്. ഇത് കുറച്ച് മുമ്പ് എടുത്ത വീഡിയോ ആണ്, ഒരു ആഴ്ച മുമ്പ് എടുത്ത വീഡിയോ ആണ്. അപ്പോൾ എന്തായാലും വീഡിയോ ഇടുന്നത് ഇപ്പോഴാണ്. ഇവിടെ നട തുറക്കുമ്പോൾ രാവിലെ 5:30 ആവും. പിന്നെ ഒരു രാവിലെ 10:30 വരെ ഈ ക്ഷേത്രം തുറക്കും. 5:30 തൊട്ട് വൈകിട്ട് 7:30 വരെയും ദർശനമുണ്ട്. ഇവിടെ വരികയാണെങ്കിൽ വൈകിട്ട് വരുന്നതാണ് നല്ലത്. ഇവിടെ നിന്ന് നോക്കുന്ന സൂര്യാസ്തമയം കാണാൻ അടിപൊളിയാണ്. വൈകിട്ട് വരികയാണെങ്കിൽ കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ പടികളിലൊക്കെ ലൈറ്റ് ഇട്ടിട്ട് കാണാൻ അടിപൊളിയാണ്. ഈ ക്ഷേത്രത്തിലേക്ക് ബസ്സിന് വരാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ തൃശ്ശൂരുള്ള ശക്തൻ തമ്പുരാൻ ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ്സുണ്ട്. മരവെട്ടിച്ചാൽ ബസ്സിൽ കയറിയാൽ മതി. ഞങ്ങൾ ക്ഷേത്രത്തിൽ തൊഴുതിറങ്ങിയിട്ട് പടികളിൽ കുറേ നേരം ഇരുന്നു. പിന്നെ സ്റ്റെപ്പുകളുടെ സൈഡിൽ തന്നെ വിശ്രമിക്കാനായിട്ട് നമുക്ക് സീറ്റ് പോലെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക.